മുമ്പ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഒരു വിശുദ്ധമായ ഖുർആനിൻ്റെ ഒരു കോപ്പി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, ഒരു വിശുദ്ധമായ ഖുർആനിൻ്റെ ഒരു കോപ്പി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ, അത് നമ്മൾ കയ്യിലെടുക്കുമ്പോൾ ആ കോപ്പിയിലേക്ക് നമ്മൾ കണ്ണുപായിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധയിൽ ആ ഖുർആനിൻ്റെ പതിപ്പ് കാണുമ്പോൾ ഒരുപാട് ചിന്തകളും ഒരുപാട് ചരിത്രങ്ങളും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ഇത് അള്ളാഹുവിൻ്റെ പ്രപഞ്ചനാഥന്റെ കലാമാണ് എന്നുള്ള ഏറ്റവും വലിയ ചിന്ത തന്നെ വിശുദ്ധമായ ഖുർആൻ കാണുമ്പോൾ, അതെടുക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ അതിനോട് ആവശ്യമായ എല്ലാ ആദരവുകളും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. അത് ഉറപ്പാണ്. ഇത് അള്ളാഹുവിൻ്റെ കലാമാണ്. ഇത് അള്ളാഹുവിൻ്റെ കലാമാണ്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും വളരെ അത്ഭുതത്തോടുകൂടെയാണ് വിശുദ്ധമായ ഖുർആനിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അക്ഷരജ്ഞാനമില്ലാത്ത മനുഷ്യൻ മുതൽ വിജ്ഞാനത്തിന്റെ ആഴികളിലേക്ക് ആഴ്ന്നിറങ്ങി ഒരുപാട് സ്ഥൂലമായ സൂക്ഷ്മമായ പഠനങ്ങൾ നടത്തിയ വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരായ പണ്ഡിതന്മാർ മുതൽ എല്ലാവരും വളരെ അത്ഭുതത്തോടുകൂടെയാണ് വിശുദ്ധമായ ഖുർആനിന്റെ ഓരോ പേജുകളും മറിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രമാത്രം വലിയ വിസ്മയമാണ് വിശുദ്ധമായ ഖുർആൻ എന്ന് പറയുന്നത്. ഈ വിശുദ്ധമായ ഖുർആനിനെ ആദ്യമായി നമ്മുടെ പാഠപുസ്തകത്തിൽ പരാമർശിക്കുന്നത് ഈ വിശുദ്ധമായ ഖുർആനിന്റെ ഏതാനും പേരുകളാണ്. ഖുർആൻ എന്നുള്ളത് അത് വിശുദ്ധമായ ഖുർആനിന്റെ ഒന്നാമത്തെ പേരാണ്. ഖുർആൻ എന്ന് മാത്രമല്ല അതിന് പേരുള്ളത്. ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ഇത് ഖുർആനാണ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ ഓതേണ്ടത്, ഓതപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ഓതുന്ന ഗ്രന്ഥം എന്നൊക്കെയാണ് ഖുർആൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുള്ളത്. വിശുദ്ധമായ ഖുർആനിന്റെ മറ്റൊരു പേരാണ് മുസ്ഹഫ് എന്നുള്ളത്. നമ്മൾ സാധാരണ ഉപയോഗിക്കാറുണ്ട് മുസ്ഹഫ്. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് വിശുദ്ധമായ ഖുർആനിന് അത്തരത്തിലുള്ള ഒരു നാമകരണം ചെയ്തത് എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്, മുസ്ഹഫ് എന്നുള്ള പേര്. അതുപോലെ വിശുദ്ധമായ ഖുർആനിന്റെ മറ്റൊരു പേരാണ് അൽ ഫുർഖാൻ. അൽ ഫുർഖാൻ എന്നുള്ള പേര്. ഫുർഖാനുൽ അദീം നമ്മൾ കേൾക്കാറുണ്ട്. ഫുർഖാൻ എന്ന് പറഞ്ഞാൽ സത്യവും അസത്യവും വേർതിരിക്കുന്നത് എന്നതാണ്. വിശുദ്ധമായ ഖുർആനോട് വന്നതോടുകൂടെ എന്താണ് സത്യമെന്നതും എന്താണ് അസത്യമെന്നുള്ളത് പൂർണ്ണമായി വേർതിരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സുന്ദരമായ നാമം കൂടി വിശുദ്ധമായ ഖുർആനിനുണ്ട്. ഫുർഖാനുൽ അദീമാണ്, പരിശേറും പൂങ്കാവാണ്, പവിത്രത തിളങ്ങണ താരാമ്പരമാണ്, പെരിയോന്റെ കലാമാണ് ഖുർആൻ, പെരിയോന്റെ കലാമാണ്. അൽ ഫുർഖാനുൽ അദീം ചെറിയ കുട്ടികൾ വരെ പാടുന്ന പാട്ടാണ്. അത് പെരിയോന്റെ കലാമാണ്. ഇത് ഒരു മനുഷ്യനും ഒരു പ്രവാചകനും എഴുതി ഉണ്ടാക്കിയതല്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൃത്യമായ സമയങ്ങളിൽ 23 വർഷങ്ങളെ കൊണ്ട് കൃത്യമായി ഓരോ ആയത്തുകളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല സന്ദേശം അറിയിച്ചുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ 23 വർഷം കൊണ്ടാണ് ഈ രണ്ട് കാണുന്ന ചട്ടക്കുള്ളിലുള്ള ഖുർആനിന്റെ അവതരണം പൂർത്തിയാകുന്നത്. അങ്ങനെ ആദ്യത്തെ പരാമർശം വിശുദ്ധമായ ഖുർആനിന്റെ നാമങ്ങളെ കുറിച്ചാണ്. വിശുദ്ധമായ ഖുർആനിന്റെ മുമ്പും ഒരുപാട് ഗ്രന്ഥങ്ങൾ ഭൂമി ലോകത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടുണ്ട്. മാനവ സമുദായത്തിന്റെ മാർഗദർശനത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഗ്രന്ഥങ്ങളും ഏടുകളും ഒക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല ഇറക്കിയതായി നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശ ലോകത്ത് നിന്ന് മനുഷ്യർക്ക് വേണ്ടി ആദ്യമായി ഇറക്കിയ ഗ്രന്ഥമല്ലല്ലോ ഖുർആൻ. മുമ്പ് കാലത്തും ഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ഗ്രന്ഥങ്ങൾക്ക് മുമ്പും അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവരോട് സംവദിച്ചിരുന്ന ലഘുലേഖകൾ നൽകിയിട്ട് ഓരോ പ്രവാചകന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്ദേശങ്ങൾ ഇറക്കിയിട്ടുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ
മൊത്തത്തിൽ 104 ഗ്രന്ഥങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് വേണ്ടി, മാനവ സമുദായത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശ ലോകത്ത് നിന്ന് ഇറക്കിയ ഗ്രന്ഥങ്ങളെന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. 104 എണ്ണമാണ്. വിശുദ്ധമായ ഖുർആൻ അടക്കം 104 ഗ്രന്ഥങ്ങളും ഏടുകളുമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് കഴിഞ്ഞതും ജീവിച്ചിരിക്കുന്നതുമായ ഇനി വരാനിരിക്കുന്നതുമായ മനുഷ്യരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവദിച്ചത് 104 ഗ്രന്ഥങ്ങളിലൂടെയും ഏടുകളിലൂടെയുമാണ്. നമുക്കറിയാം വിശുദ്ധമായ ഖുർആനിന് മുമ്പ് ഇറങ്ങിയ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ്? അറിയുന്നൊന്ന് പറഞ്ഞാട്ടെ. തൗറാത്ത്, അൽഹംദുലില്ലാഹ്. ഇഞ്ചീലുണ്ട്, സബൂറുണ്ട്. ഈ 3 ഗ്രന്ഥങ്ങളാണ്, സബൂർ, തൗറാത്ത്, ഇഞ്ചീൽ. ഈ 3 ഗ്രന്ഥങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിന്റെ മുമ്പ് ഇറക്കിയ ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത്. അതിൽ സബൂർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി കൊടുത്തത് ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനാണ്. തൗറാത്ത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്, ഇഞ്ചീൽ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഗ്രന്ഥങ്ങൾ ഇറക്കുന്നതിന്റെ മുമ്പ് ഗ്രന്ഥങ്ങളായിട്ട് മനുഷ്യനോട് സംവദിക്കുന്നതിന് അപ്പുറം ലഘുലേഖകൾ കൊടുത്ത, ഏടുകൾ കൊടുത്ത പ്രവാചകന്മാരുമുണ്ട്. അങ്ങനെ ലോകത്ത് 100 ഏടുകൾ, കൃത്യം 100 ഏടുകൾ മുൻകാല പ്രവാചകന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് 10 ഏടുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. ശീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് 50 ഏടുകളാണ്. ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് 30, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് 10. അപ്പോ ശീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് 50, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് 10, ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് 30. എത്രയായി? ഞങ്ങൾ കണക്കൊന്നും കൂട്ടണില്ലേ? 50 ആയിട്ടുള്ളൂ ഇപ്പോഴും. ശീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് 50, 50. ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് 30. 80 ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് 10ഉം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് 10 ഏടുകളും. ഏടുകൾ എന്ന് പറഞ്ഞാൽ മഹാന്മാർ വിശദീകരിച്ച് ലഘുലേഖകൾ എന്നാണ്. ആ ലഘുലേഖകളിൽ ആ കാലത്ത് ജീവിതം മനുഷ്യന്മാർക്ക് ആവശ്യമായ എല്ലാ വിധിവിലക്കുകളും ജീവിതത്തിന്റെ ഭരണഘടനയും എല്ലാമാണ് ആ ഭരണഘടന, ആ ലഘുലേഖകൾ എന്ന് പറയുന്നത്. അതിലവർക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കാലഘട്ടത്തിലെയും മനുഷ്യർക്ക് ആവശ്യമായ നിയമങ്ങളും വ്യവസ്ഥകളും ഓരോ സമുദായത്തിനും ഓരോ പ്രവാചകന്മാരിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി കൊടുത്തു. പക്ഷേ മറ്റൊരു പ്രവാചകന്റെ ഗ്രന്ഥം വരുമ്പോൾ, മറ്റൊരു ഏട് വരുമ്പോൾ മുൻകാലത്തുള്ള മുഴുവൻ നിയമങ്ങളും പിന്നീട് ഉയർത്തപ്പെട്ടു പോയി, പിന്നീട് അതിന് പ്രസക്തിയില്ല. അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻകാല സമുദായങ്ങൾക്ക് ഇറക്കി കൊടുത്ത നിയമങ്ങൾ അത് ഇഞ്ചീലിലും തൗറാത്തിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ആ കാലഘട്ടത്തിൽ ജീവിച്ച ആളുകൾക്കുള്ള നിയമങ്ങളാണ്. എന്നാൽ അടുത്ത ഗ്രന്ഥം വരുന്നതോടുകൂടെ, അടുത്ത പ്രവാചകൻ വരുന്നതോടുകൂടെ എല്ലാം ദുർബലപ്പെട്ടു പോയി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നതോടുകൂടെ പിന്നീട് അതിനു മുമ്പുണ്ടായ എല്ലാ നിയമങ്ങളും എല്ലാ ഗ്രന്ഥങ്ങളും അതിൻ്റെയൊക്കെ നിയമങ്ങളുടെ പ്രസക്തി നഷ്ടപ്പെട്ടു പോയി. ഇനി ഇപ്പോൾ ഭരിക്കുന്നത്, മനുഷ്യന് മാർഗദർശനം നൽകിക്കൊണ്ടിരിക്കുന്നത് വിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങൾ മാത്രമാണ്. പക്ഷേ നമ്മൾ കാണുന്നുണ്ട് ഇപ്പോഴും ഇഞ്ചീൽ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ, തൗറാത്ത് അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ, അവർ പറയുന്നത് ഇത് ഇഞ്ചീലും തൗറാത്തുമാണ് എന്നാണ്. പക്ഷേ അത്തരത്തിലുള്ള ഗ്രന്ഥങ്ങളിലെ നിയമങ്ങൾക്കൊന്നും ആധുനിക മനുഷ്യനോടും ആധുനിക കാലഘട്ടത്തോടും ഒരിക്കലും സംവദിക്കാൻ കഴിയില്ല. ഈ കാലഘട്ടത്തിൽ ഒരിക്കലും പിടിച്ചു നിൽക്കാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ അത്തരം മതങ്ങളുടെ പുരോഹിതന്മാർ കൃത്യമായി വെട്ടലുകളും തിരുത്തലുകളും അങ്ങനെ വീണ്ടും വീണ്ടും നിരന്തരം നടത്തി അതങ്ങനെ ഈ ലോകത്തും അതിൻ്റെ പ്രസക്തി ചോരാതെ അവർ പിടിച്ചു നിർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ അതിൻ്റെ നിയമങ്ങളോ അതിൻ്റെ വ്യവസ്ഥകളോ ഇന്നൊന്നും ലോകത്ത് ഒരിക്കലും അംഗീകരിക്കപ്പെടാൻ കഴിയാത്ത രൂപത്തിലേക്ക് അതെല്ലാം പിന്തള്ളപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്.
എന്നാൽ വിശുദ്ധമായ ഖുർആൻ അങ്ങനെയല്ല. അതിൻ്റെ ഓരോ വചനങ്ങളും ഓരോ അക്ഷരങ്ങളും അത് എന്നും കാലാതിവർത്തിയായി അതങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾക്കും അതിനെ തകർക്കാനോ അതിൻ്റെ ആശയങ്ങളിൽ മാറ്റം വരുത്താനോ അതിൻ്റെ ആശയങ്ങളെ ചോദ്യം ചെയ്യാനോ ഒരിക്കലും സാധിക്കൂല. നമ്മുടെ ഭാരതത്തിലാണ് വിശുദ്ധമായ ഖുർആനിൻ്റെ ഏതോ ആയത്ത് ക്യാൻസൽ ചെയ്യണം, അത് ഖുർആനിൽ പറ്റൂല എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ ഒരുത്തന് ഹർജി കൊടുത്തത്. ഖുർആനിലത്തെ ആയത്ത് പറ്റൂല എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിയിലാണ് ഹർജി കൊടുത്തത്. ആ സാധുവിന് എല്ലാ വിവരമുണ്ട്. അള്ളാഹിൻ്റെ ഖുർആനിലെ ആയത്ത് പറ്റൂല എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്തിട്ട് എന്താ കാര്യം? അത് ചില ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല. മുസ്ലിം നാമധാരിയാണ് പറഞ്ഞിട്ട് എന്താണ് കാര്യം? സ്വന്തം ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത് അല്ലേ, അതൊക്കെ ഖുർആനിൽ നിന്ന് വെട്ടിമാറ്റണം എന്നാണ് പറഞ്ഞത്. സുപ്രീം കോടതിയിലെ ഹർജി. ഏതായാലും ഇരിക്കട്ടെ, ഇങ്ങനെയൊക്കെയാണ് വിശുദ്ധമായ ഖുർആൻ. ഈ ഖുർആനിന്റെ മുമ്പ് എഴുതപ്പെട്ടതും ഇറക്കപ്പെട്ടതുമായ ഗ്രന്ഥങ്ങളുടെയും ഏടുകളുടെയും വിവരങ്ങൾ അങ്ങനെയാണ്. അങ്ങനെ ഖുർആൻ അടക്കം 104 വേദഗ്രന്ഥങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമി ലോകത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. വിശുദ്ധമായ ഖുർആനിന്റെ സ്വഭാവം എങ്ങനെയാണ്? വിശുദ്ധമായ ഖുർആൻ ഒരു കഥയല്ല, വിശുദ്ധമായ ഖുർആൻ ഒരു നോവലല്ല, വിശുദ്ധമായ ഖുർആൻ ഒരു പദ്യമല്ല, വിശുദ്ധമായ ഖുർആൻ ഒരു കഥയല്ല. നേരെ മറിച്ച് വിശുദ്ധമായ ഖുർആനിൽ ഒരുപാട് ചരിത്രങ്ങളുണ്ട്, പ്രപഞ്ച സത്യങ്ങളുണ്ട്, മനുഷ്യനെ ഉത്ബോധിപ്പിക്കുന്ന ഒരുപാട് ഉപദേശങ്ങളുണ്ട്. അങ്ങനെ ഇതെല്ലാം കൂടിച്ചേർന്ന അള്ളാഹുവിൻ്റെ മഹത്തായ കലാമാണ് വിശുദ്ധമായ ഖുർആൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഓരോ ആയത്തുകളും ഓരോ സൂറത്തുകളും നമ്മൾ എടുത്തു പരിശോധിച്ചു നോക്കുമ്പോൾ ഓരോ സൂറത്തുകളിലും വ്യത്യസ്തങ്ങളായ ആശയങ്ങളാണ്. ഏറ്റവും ചെറിയ സൂറത്ത് നമ്മൾ എടുത്തു നോക്കിയാലും അതിലുണ്ടാകും ഒരുപാട് വിഷയങ്ങൾ ഓരോ സൂറത്തിലും പരാമർശിക്കുന്നുണ്ട്. ഒരൊറ്റ വിഷയം മാത്രം പരാമർശിച്ചുകൊണ്ടുള്ള സൂറത്തുകൾ അതിലൊരൊറ്റ വിഷയം മാത്രമേ ഉള്ളൂ, അതിനെക്കുറിച്ചല്ലാതെ വേറെ ഒന്നും ആ സൂറത്തിലില്ല. അങ്ങനത്തെ വിശുദ്ധമായ ഖുർആനിന്റെ സൂറത്തുകൾ വളരെ കുറവാണ്. ഒരൊറ്റ വിഷയത്തിൽ മാത്രം അധിഷ്ഠിതമായി അതിൻ്റെ ആശയങ്ങൾ പരാമർശിക്കുന്ന സൂറത്തുകൾ വളരെ കുറവാണ്. അങ്ങനത്തെ സൂറത്തുകളും ഖുർആനിലുണ്ട്. ഒരൊറ്റ വിഷയം മാത്രം പറഞ്ഞ സൂറത്താണ് സൂറത്തുൽ ഖദർ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. അത് ലൈലത്തുൽ ഖദറിനെ കുറിച്ച് മാത്രമേ ആ സൂറത്തിൽ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നിനെ കുറിച്ചും പറഞ്ഞിട്ടില്ല. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ലൈലത്തുൽ ഖദർ എന്താണ്? അതിന്റെ സ്വഭാവം എന്താണ്? ആ രാത്രി എന്താണ് ലോകത്ത് നടക്കുന്നത്? എന്താണ് ആ രാത്രിയുടെ പ്രത്യേകത? ഇത് മാത്രമേ ആയത്തുകളിൽ പരാമർശിച്ചിട്ടുള്ളൂ. ഇങ്ങനെ വിശുദ്ധമായ ഖുർആനിലുള്ള സൂറത്തുകൾ വളരെ കുറവാണ്. ചെറിയ സൂറത്തുകളിൽ പോലും വ്യത്യസ്തമായ ആശയങ്ങളും വ്യത്യസ്തമായ സംഭവങ്ങളും വ്യത്യസ്തമായ അത്ഭുതങ്ങളും വ്യത്യസ്തങ്ങളായ ഉപദേശങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടാണ് വിശുദ്ധമായ ഖുർആനിന്റെ സൂറത്തുകളുടെ ശൈലിയുള്ളത്. സാധാരണക്കാരായ ആളുകൾക്ക് വിശുദ്ധമായ ഖുർആൻ സ്വന്തമായി പഠിക്കാനോ സ്വന്തമായി അർത്ഥം നോക്കി പഠിക്കാനോ ഒന്നും സാധിക്കുകയില്ല. കാരണം വിശുദ്ധമായ ഖുർആനിന്റെ ഒരു ആയത്ത് മനസ്സിലാകണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് അറിവുകൾ മനുഷ്യനുണ്ടാകേണ്ടതുണ്ട്. നമ്മെപ്പോലെയുള്ള സാധാരണക്കാരായ ആളുകൾ ഏറ്റവും അവർക്ക് ഉത്തമമായിട്ടുള്ളത് വിശുദ്ധമായ ഖുർആൻ എങ്ങനെയാണ് അത് പാരായണം ചെയ്യേണ്ടത് എന്ന് പഠിക്കുകയാണ്. വിശുദ്ധമായ ഖുർആൻ എങ്ങനെ തെറ്റാതെ നമുക്ക് ഓതാൻ കഴിയും? അതിൻ്റെ ചെറിയ ചെറിയ സൂറത്തുകൾ, നമുക്ക് ഓതേണ്ട സൂറത്തുകൾ, അത് നമ്മൾ ഖത്മുകൾ തീർക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് തജ്വീദുകൾ അനുസരിച്ചുകൊണ്ട് ഖുർആൻ എങ്ങനെ നമുക്ക് ഓതാൻ കഴിയും തെറ്റുകളില്ലാതെ, അതിൻ്റെ ഹുക്കുമുകൾ മനസ്സിലാക്കിക്കൊണ്ട്? അതാണ് ഒരു സാധാരണക്കാരനായ ആളുടെ ഏറ്റവും വലിയ ബാധ്യത. അതുകൊണ്ട് ഖുർആൻ എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം ഓതുന്നത്, ഓതേണ്ടത്, ഓതപ്പെടുന്നത് എന്നാണ്. ഓതാനുള്ളതാണിത്. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ചില ചെറിയ അർത്ഥങ്ങളൊക്കെ, അതിൻ്റെ ബാഹ്യാർത്ഥങ്ങൾ നമ്മൾ എത്ര പഠിച്ചാലും അതിൻ്റെ ബാഹ്യാർത്ഥങ്ങൾ മാത്രമേ ആവുള്ളൂ. അതിൻ്റെ അപ്പുറമൊന്നും നമുക്ക് കഴിയൂല, ഒരാൾക്കും കഴിയൂല.
അപ്പൊ തീരെ അറബിയും മറ്റുള്ള കാര്യങ്ങളൊന്നും അറിയാത്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരുപാട് ഇങ്ങനെ ഗവേഷണങ്ങൾ നടത്താനും അല്ലെങ്കിൽ അറിയാനും ശ്രമിക്കും തോറും അതിനേക്കാളും ഏറ്റവും വലിയ മഹത്വമുള്ളത് വിശുദ്ധമായ ഖുർആൻ പാരായണം പഠിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഹുക്കുമുകൾ അനുസരിച്ച് നമുക്ക് ഓതാൻ കഴിയുക, ഖുർആൻ തെറ്റാതെ ഓതാൻ കഴിയുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. അൽഹംദുലില്ലാഹ്, ഫാത്തിഹ സൂറത്തിന്റെ വിശദമായ പഠനം നമ്മുടെ പുസ്തകത്തിൽ വരാനിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഓരോ ആയത്തുകൾ വരുമ്പോൾ ഓരോ ആയത്തുകളെ കുറിച്ച് അതിൽ വരുന്ന തെറ്റുകളും കാര്യങ്ങളൊക്കെ പരാമർശിച്ചുകൊണ്ട് തന്നെ നമുക്ക് ക്ലാസ്സുകൾ എടുക്കണം. അങ്ങനെയാണ് സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ സാധാരണ ഓതുന്ന 7 ആയത്തുകളാണ് സൂറത്തുൽ ഫാത്തിഹയുള്ളത്. അത് നമ്മൾ മദ്രസയിൽ നിന്ന് പഠനമൊക്കെ പൂട്ടിവെച്ചതാണ്. പിന്നെ നമ്മളത് ആരെയും ഓതി കേൾപ്പിച്ചിട്ടില്ല, ഇനി ആരും കേൾപ്പിക്കും വേണ്ട. പക്ഷേ അതിനുശേഷം എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിലോ, തെറ്റുകൾ വരാം, പിന്നെ അതങ്ങനെ ഓതി 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 ശീലമായതനുസരിച്ചേ നമ്മൾ അങ്ങനെ പാടുള്ളത്. അതിൽ കൃത്യമായ വലിയ വലിയ വീഴ്ചകളൊക്കെ വരാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ നമ്മൾ കൃത്യമായി പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് നമ്മൾ പഠിക്കാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ ഖുർആൻ ഫാത്തിഹ സൂറത്തിന്റെ മാത്രം വിഷയമല്ലത്. നമ്മൾ ഓതുന്ന സൂറത്ത് യാസീൻ ആകട്ടെ, തബാറക്കയാകട്ടെ, വാക്കയാകട്ടെ, മറ്റുള്ള പല സൂക്തങ്ങളുമാകട്ടെ, സൂറത്തുകളാകട്ടെ, അവിടെയൊക്കെ നമ്മൾ സാധാരണ ഓതുന്ന തെറ്റുകൾ, ചില വാക്കുകളുടെ ചില അക്ഷരങ്ങളുടെ ഉച്ചാരണം പോലും തെറ്റായിട്ട് വരാറുണ്ട്. ഉച്ചാരണങ്ങൾ അറിയില്ലെങ്കിൽ പ്രശ്നമല്ലേ? ഫാത്തിഹ സൂറത്തിന്റെ 153 അക്ഷരങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു അക്ഷരത്തിന് കോട്ടം വന്നു കഴിഞ്ഞാൽ നമസ്കാരത്തെ മൊത്തത്തിൽ അത് ബാധിക്കുമെന്നാണ്. അപ്പൊ അതൊക്കെ കൃത്യമായി നമുക്ക് പഠിക്കണം. അതാണ് അപ്പൊ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഖുർആനിനോടുള്ള ഏറ്റവും വലിയ ബാധ്യത അത് ഓതാൻ പഠിക്കുക എന്നുള്ളതാണ്. ഓതാൻ പഠിക്കുക എന്നുള്ളതാണ്. ഖുർആനിൽ തട്ടാത്ത കയ്യെന്തിനാ, ഓതാനായി പോവാത്ത കാലെന്തിനാ. ഖുർആനിൽ തട്ടാത്ത കയ്യെന്തിനാ, ഓതാനായി പോകാത്ത കാലെന്തിനാ. തെജിവീതറിയാത്ത നാമെന്തിനാ, ഹുക്കുമുകൾ അറിയാതെ ഓതുണെന്തിനാ, നാം ഓതുണെന്തിനാ. ഹുക്കുമുകൾ അറിയാതെ ഓതുന്നത് കൊണ്ട് ഗുണത്തിലേറെ ദോഷമാണ് എന്നാണ്. കാരണം ഖുർആൻ തെറ്റുകൾ നിരന്തരമായി ഓതിക്കൊണ്ടിരിക്കുന്ന ആളുകളെ ശപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ആ വിഷയത്തിലേക്ക് നമ്മൾ വരും. അപ്പൊ സാധാരണക്കാർക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അത് ഖുർആൻ ഓതി പഠിക്കുക എന്നുള്ളതാണ്. ആ പരിമിതിയിൽ നിന്നുകൊണ്ട് ചെറിയ ചെറിയ ആശയങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് അവർക്ക് മുന്നേറാനും കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. വിശുദ്ധമായ ഖുർആനിന്റെ ഭാഷ, വിശുദ്ധമായ ഖുർആനിന്റെ ഭാഷ അറബി ഭാഷയാണ്. അറബി ഭാഷ അത് വലിയ അനുഗ്രഹമുള്ള ഭാഷയാണ്. അറബി ഭാഷയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അറബി ഭാഷ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഭാഷയാണ് അറബി ഭാഷ എന്ന് പറയുന്നത്. സെമിറ്റിക് ഭാഷകളിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടായിട്ട് ഇന്നും ലോകത്ത് നിലനിൽക്കുന്ന ഒരേ ഒരു ഭാഷയാണ് അറബി ഭാഷ എന്ന് പറയുന്നത്. കോടിക്കണക്കിനുള്ള ആളുകൾ ഇന്നും അത് സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. 26 ഔദ്യോഗിക രാജ്യങ്ങളുടെ 26 രാജ്യങ്ങളുടെ ഔദ്യോഗികമായ ഭാഷയാണ് അറബി ഭാഷ എന്ന് പറയുന്നത്. 422 മില്യൺ ആളുകളാണ് എന്നും ഓരോ ദിവസവും അറബി ഭാഷ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗികമായ ഭാഷകളിൽ 6ാമതായി അംഗീകരിച്ച ഭാഷയാണ് അറബി ഭാഷ. ഒരു അറബി ഭാഷാ ദിനമുണ്ട്, അന്താരാഷ്ട്ര അറബി ഭാഷ ദിനം. അതേതാ അറിയാം? ഏതാ മാസം പറഞ്ഞാൽ മതി. ഡിസംബർ ആണ്. നവീന ഡേറ്റ് വരെ ആയിരിക്കും. ഡിസംബർ 18. ഡിസംബർ 18 നമ്മുടെ ഭാരതത്തിൽ എന്നല്ല, അന്താരാഷ്ട്ര തലത്തിൽ, ലോക തലത്തിൽ തന്നെ അത് അറബി ഭാഷയ്ക്ക് വേണ്ടി, അതിൻ്റെ പഠനത്തിന് വേണ്ടി, അതിൻ്റെ പ്രാധാന്യത്തിന് വേണ്ടി
അറബി ഭാഷയിലൂടെ ഉണ്ടാകുന്ന സൗഹൃദത്തിനെയൊക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് UNO നടപ്പിലാക്കിയ ദിവസമാണ് ഡിസംബർ 18 എന്ന് പറയുന്നത്. അങ്ങനെ ആ ഭാഷയിൽ നിരന്തരമായ പുരോഗതികൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ ഏതോ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ളൊരു ഭാഷ, അത് അന്നുണ്ടായതുപോലെ ഇന്നും നിലനിൽക്കുന്ന ഭാഷയല്ല. നേരെ മറിച്ച് നിരന്തരം ഓരോ ദിവസവും അതിൽ പുരോഗതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ആ ഭാഷയുടെ അടിത്തറയിൽ യാതൊരു വ്യത്യാസമല്ല. അതിൻ്റെ അടിസ്ഥാനപരമായ നിയമങ്ങൾ, അതിൻ്റെ ഗ്രാമറുകൾ, അതിനൊന്നും യാതൊരു വ്യത്യാസവുമില്ല. ആ അടിത്തറകളൊക്കെ ഭദ്രമായി കൊണ്ട് തന്നെ ഇന്നും ഓരോ ദിവസവും പുരോഗതികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഭാഷയാണ് അറബി ഭാഷ. മോഡേൺ അറബി നിങ്ങൾ പരാമർശങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മോഡേൺ അറബി എന്നുള്ള പരാമർശം. അപ്പോൾ ഈ ആധുനിക തലത്തിൽ തന്നെ ഒരുപാട് വളർച്ചയും വികാസങ്ങളും പുരോഗതിയും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു അത്ഭുത ഭാഷയാണ് അറബി എന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ അടിസ്ഥാനങ്ങളിൽ വ്യത്യാസമല്ല. നിങ്ങൾ നോക്കൂ, ഷേക്സ്പിയറിയൻ സാഹിത്യം ഇംഗ്ലീഷിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സാഹിത്യ ഘടകമാണ് ഷേക്സ്പിയറിന്റെ സാഹിത്യങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ ഷേക്സ്പിയറിന്റെ സാഹിത്യം ഇന്ന് ഒരു പുതിയ വിദ്യാർത്ഥി, ഒരു ഇംഗ്ലീഷ് വിദ്യാർത്ഥി അത് എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ആ സാഹിത്യത്തിന്റെ മുമ്പിൽ ഷേക്സ്പിയർ എഴുതിയ പല നോവലിന്റെ വാക്യങ്ങൾക്ക് മുമ്പിലും പ്രയോഗങ്ങൾക്ക് മുമ്പിലും അന്തം വിട്ട് നിൽക്കുകയാണ്. കാരണം ഇത് അന്നത്തെ കാലത്തുണ്ടായിരുന്നത്, പക്ഷേ ഇന്ന് പുതിയ കാലത്തോട് അത് സംവദിക്കാൻ കഴിയാതെ ഷേക്സ്പിയറിയൻ സാഹിത്യം പോലും അത് പിറകിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പുരാണ മലയാളം നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ലാറ്റിൻ ഭാഷകളിലെ പല നിർമ്മിതികളും അതൊക്കെ മുമ്പ് കാലത്തുള്ള അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും പുതിയ കാലത്തിന് ഇപ്പോൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയില്ല. ഡിക്ഷണറി നോക്കിയിട്ട് കാര്യമില്ല, അതിൻ്റെ വാക്കുകൾ അതിൽ കാണുന്നില്ല, അതിൻ്റെ അർത്ഥങ്ങൾ അതിൽ കാണുന്നില്ല. അത്തരത്തിലുള്ള ഒരു ദുരവസ്ഥ മറ്റുള്ള സെമിറ്റിക് ഭാഷകൾക്കും പുരാതന ഭാഷകൾക്കുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വിശുദ്ധമായ അറബി നിങ്ങൾ നോക്കൂ, ഏത് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള അറബി ഗ്രന്ഥവും ഇന്ന് അറബി പഠിച്ചൊരു വിദ്യാർത്ഥിക്ക് സുന്ദരമായി വളരെ ലാഘവത്തോടുകൂടെ മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവനിക്കത് നോക്കാൻ കഴിയും, മനസ്സിലാക്കാൻ കഴിയും. കാരണം അറബി ഭാഷയുടെ അടിസ്ഥാനങ്ങളിൽ ഒരു മാറ്റവും വന്നിട്ടില്ല, അതിൻ്റെ ഗ്രാമറിൽ മാറ്റം വന്നിട്ടില്ല. ഏത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ട അറബി ഗ്രന്ഥമാണെങ്കിലും ആർക്കും അത് ഏത് നൂറ്റാണ്ടിന് 21-ാം നൂറ്റാണ്ടിൻ്റെ മുറ്റത്തു നിന്നും അത് സുന്ദരമായി വായിക്കാൻ കഴിയും എന്നുള്ളതാണ്. അതാണ് അറബി ഭാഷയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. സർക്കാർ ചെലവിലാണ് നമ്മുടെ കേരളത്തിൽ അറബി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ വേറെ സ്ഥലമുണ്ടോയെന്നറിയില്ല. സർക്കാർ ഭാഷയിൽ അറബി പഠിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനം നമ്മുടെ കേരളമാണ്. നമ്മുടെ മലയാളത്തിലേക്ക് ഒരുപാട് അറബി ഭാഷാ പ്രയോഗങ്ങൾ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന പല മലയാളങ്ങളും ആ മലയാളത്തിൽ നമുക്ക് കൃത്യമായി അറബിയുടെ സ്വാധീനം നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ഉപയോഗിക്കുന്ന പല വാക്കുകൾ, ഉമ്മ എന്നുള്ള വാക്ക് അത് മലയാളമാണോ? അല്ല, മലയാളത്തിലെ അമ്മ പോലും വന്നത് ഉമ്മയിൽ നിന്നായിരിക്കണം, ഉമ്മ എന്നുള്ള വാക്ക്. അതുപോലെ ഒരുപാട് ഹിജാബ്, ബാക്കി, കരാറ്, വക്കീല് തുടങ്ങിയിട്ട് ഒരുപാട് അതിന്റെ പട്ടിക നീണ്ടതാണ്. മലയാളത്തിലുള്ള അറബി വാക്കുകൾ എന്ന് എവിടെ നിങ്ങൾക്ക് സെർച്ച് ചെയ്താലും ഡസൻ കണക്കിന് വാക്കുകൾ വരും. അതൊക്കെ അറബിയിൽ നിന്ന് ലോപിച്ചു പോയതാണ്. ചെറിയ മാറ്റങ്ങളോടുകൂടെ അല്ലെങ്കിൽ അതേപോലെ തന്നെ ഇന്നും മലയാള ഭാഷയിൽ നിലനിൽക്കുന്ന അറബി പദങ്ങളെ നമുക്ക് കാണാൻ കഴിയും. അതിന്റെ കാരണം എന്താ? അതിന്റെ കാരണം 6-ാം നൂറ്റാണ്ടിലല്ല ആദ്യമായി കേരളത്തിലേക്ക് അറബികൾ കടന്നു വന്നത്. ഇസ്ലാം കടന്നു വന്നത് മുസ്ലിം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലാണ് കേരളത്തിലേക്ക്. എന്നാൽ അതിൻ്റെ മുമ്പ് തന്നെ നമ്മുടെ കേരളവുമായി അറബികൾക്ക് കച്ചവട ബന്ധവും വ്യാപാര ബന്ധമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ചരിത്രമാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്. പണ്ട് കാലത്തെ അറബികളുടെ ഭാഷയും അവരുടെ സംസ്കാരവും അവരുടെ ജീവിതവുമായി ഇടപഴകിക്കൊണ്ടിരിക്കുകയാണ് മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നത്, കേരളം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പല സ്വാധീനങ്ങളും നമ്മുടെ കേരളത്തിലും നമ്മുടെ ഭാഷകളിൽ പോലും നമുക്കതിന് കാണാൻ കഴിയും. അറബി ഭാഷ അത് നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ, അതിനോടുള്ള സ്നേഹം നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ ഈ സമുദായത്തിന് പോലും അത് വലിയൊരു ഊർജമാണ് എന്നാണ്. അത് നമുക്ക് വലിയൊരു ഊർജമാണ് പ്രദാനം ചെയ്യുന്നത് അറബി, അല്ലേ? അറബി എന്നൊക്കെ പറയുമ്പോൾ അതിൽ തന്നെ
ഒരു എന്തെന്നില്ലാത്ത ഒരു സൗന്ദര്യവും ഒരു ആവേശമൊക്കെ വരുന്നുണ്ട് മുസ്ലിമീങ്ങൾക്ക്. അത് ശത്രുക്കൾ പോലും അംഗീകരിച്ച കാലമാണ്, അംഗീകരിച്ച കാര്യമാണ്. അൾജീരിയ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം, ആ രാഷ്ട്രത്ത് മുമ്പ് അധിനിവേശ കാലത്ത് ഫ്രഞ്ച് അധിനിവേശം അൾജീരിയയിൽ സ്ഥാപിക്കാനിരിക്കുമ്പോൾ, അൾജീരിയയിൽ ഫ്രഞ്ച് ഗവൺമെന്റ് വരുന്നതിന്റെ മുമ്പ് ആ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന്മാരോട് അതിന്റെ ഭാരവാഹികൾ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വാക്ക് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഈ അൾജീരിയയിലെ മുസ്ലിമീങ്ങൾ, ഈ അൾജീരിയയിലെ ജനത ഖുർആൻ വായിക്കുകയും അറബി സംസാരിക്കുകയും ചെയ്യുന്നിടത്തോളം അവരെ പൂർണ്ണമായി ഒരിക്കലും നമുക്ക് അടിച്ചമർത്താൻ കഴിയില്ല. ഈ രാജ്യത്തെ നമുക്ക് പൂർണ്ണമായി അടിച്ചമർത്താൻ കഴിയണമെങ്കിൽ, നമ്മുടെ അധികാരം അൾജീരിയ എന്ന് പറയുന്ന രാജ്യത്ത് സ്ഥാപിക്കണമെങ്കിൽ ഇവരുടെ മനസ്സിൽ നിന്ന്, ഹൃദയങ്ങളിൽ നിന്ന് ഖുർആനിനെയും അവരുടെ നാക്കുകളിൽ നിന്ന് അറബി ഭാഷയെയും പിഴുത് നമ്മൾക്ക് ആദ്യമായി എറിയേണ്ടതുണ്ട്. ആദ്യമായി ഇതൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ ഈ അൾജീരിയയിൽ പൂർണ്ണമായ അധികാരം നമുക്ക് സ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ എന്ന് അന്നത്തെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ മുസ്ലിമീങ്ങൾക്ക് നൽകുന്ന ഈ ആവേശം, അങ്ങനെ ഇസ്ലാമികമായിട്ട് നമ്മൾ, ഇതൊക്കെ ഒരു ഭൗതികമായ കാര്യങ്ങളാണ്. അറബി ഭാഷ അത് ഇത്ര രാജ്യങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്, ഇത്രമാത്രം മില്യൺ ജനങ്ങൾ അത് ഔദ്യോഗികമായി ഓരോ ദിവസം സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നതൊക്കെ ഭൗതികമായ കാര്യങ്ങളാണ്. എന്നാൽ ആത്മീയമായിട്ട് അറബി ഭാഷയ്ക്ക് ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യമുണ്ട്. എന്താണ് ഇസ്ലാമികമായിട്ട് അറബി ഭാഷയുടെ പ്രാധാന്യം? ഇസ്ലാമികമായി നോക്കുമ്പോൾ അറബി ഭാഷ അത് ഖുർആനിന്റെ ഭാഷയാണ്. ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. ഖുർആനിന്റെ ഭാഷയാണ് അറബി ഭാഷ. ഇസ്ലാമിന്റെ ഔദ്യോഗികമായ ഭാഷ അത് അറബി ഭാഷയാണ്. ഇബാദത്തുകളുടെ ഭാഷയാണ് അറബി ഭാഷ. ദിവ്യ ലോകത്തു നിന്ന്, ആകാശ ലോകത്ത് നിന്ന് ദിവ്യ സന്ദേശം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറങ്ങിയ വഹിയിന്റെ ഭാഷയാണ് അറബി ഭാഷ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് സമ്മാനിച്ച ഹദീസുകളുടെ ഭാഷ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംസാര ഭാഷ, സ്വർഗീയ ലോകത്തെ ഭാഷ. ആദ്യമായി അറബി സംസാരിച്ചത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആണെന്ന് പോലും ചരിത്രത്തിൽ കാണാൻ കഴിയും. അപ്പൊ ആദ്യ മനുഷ്യന്റെ ഭാഷ, പല അമ്പിയാക്കളും സംസാരിച്ച ഭാഷ, അതിലൊക്കെ അപ്പുറം നമ്മുടെ മുത്തുനബി മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംസാരിച്ച ഭാഷ. നാളെ സ്വർഗത്തിൽ എത്തിയാണെങ്കിൽ നമ്മൾ സംസാരിക്കേണ്ട ഭാഷ. പഠിച്ചോനെ, എനിക്ക് അറബിയൊന്നും അറിയില്ലല്ലോ, എങ്ങനെയാണ് പോയിട്ട് വർത്താനം പറയാം എന്നൊന്നും ആരും ചിന്തിക്കേണ്ട ആവശ്യമില്ല അല്ലെ. സ്വർഗത്തിൽ ആവശ്യമുള്ളതൊക്കെ കിട്ടുന്ന, അതുപോലെ സ്വർഗത്തിൽ ജീവിക്കാൻ ആവശ്യമായ അറിവും കിട്ടുമായിരിക്കും എന്ന് സമാധാനിച്ചാൽ മതി. ഞാൻ അറബി അറിയില്ലെങ്കിൽ അങ്ങോട്ട് പോകാൻ ആർക്കും പേടിയൊന്നും വേണ്ട. അപ്പൊ സ്വർഗത്തിലുള്ള ഭാഷ, ഇതൊക്കെ ആത്മീയമായിട്ട്. നമുക്കൊക്കെ അറബി അറിയോ? പിന്നെ നമ്മൾക്ക് അറബി അറിയുന്നത് കൊണ്ടാണ് മുസ്ലിമീങ്ങളായി ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും അറബി അറിയാം. ആർക്കെല്ലാം അറിയാത്തുണ്ട്? അറബി അറിയാത്തുണ്ടോ? ഇല്ല, അറബി അറിയാത്ത ആരും ഉണ്ടാവില്ല. അറബി അറിയുന്നത് കൊണ്ടാണ് നമ്മൾ നിസ്കരിക്കുന്നത്, അറബി അറിയുന്നത് കൊണ്ടാണ് നമ്മൾ സ്വലാത്ത് ചെല്ലുന്നത്, ദിക്ർ ചെല്ലുന്നത്. ഇതൊക്കെ അറബിയിലല്ലേ. നിസ്കാരത്തിന്റെ ഭാഷയാണ് അറബി, ഖുർആനിന്റെ ഭാഷയാണ് അറബി, ദിക്റിന്റെ ഭാഷയാണ് അറബി, സ്വലാത്തിന്റെ ഭാഷയാണ് അറബി. ഇതൊക്കെ നമ്മൾ അറബിയിലാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അറബി ഭാഷയൊരു മുസ്ലിം സ്നേഹിക്കണമെന്നാണ്. അള്ളാഹുവിനെ സ്നേഹിക്കുന്നവൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കണം. അറബിയായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കണം. അറബിയായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നവൻ അറബിയെ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം മുത്തുനബി അറബിയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാഷ അറബിയാണ്. അതുകൊണ്ട് അറബിയോടുള്ളൊരു സ്നേഹം നമ്മുടെ മനസ്സിലുണ്ടാകണം. അറബി അറിയാനുള്ള ശ്രമം, അതിനുള്ള അധ്വാനം, പരിശ്രമം, അത് ജീവിതത്തിൽ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കുന്നതിലേറെ ഉണ്ടാകേണ്ടതാണ്. ഇംഗ്ലീഷ് സ്പോക്കണും അല്ലേ, എല്ലാം പഠിക്കണം, ഹിന്ദി പഠിക്കണം, മാത്സ് പഠിക്കണം, അറബിയും പഠിക്കാനുള്ളൊരു ശ്രമം നമുക്കുണ്ടാകണം. അറബി പഠിക്കുന്തോറും നമ്മുടെ നിസ്കാരത്തിന് മധുരം കൂടും, നമ്മുടെ ഫാത്തിഹ സൂറത്തിന് മധുരം കൂടും, തസ്ബീഹിന് മധുരം കൂടും, ദിക്റുകൾക്ക് മധുരം കൂടും, പ്രാർത്ഥനകൾക്ക് മധുരം കൂടും, സലാത്തിന് മധുരം കൂടും. അറബി അറിഞ്ഞിട്ട് നമ്മളൊരു തസ്ബീഹ് ചെല്ലുക,
അറബി അറിഞ്ഞിട്ട് നമ്മുടെ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി നോക്കുക. അറബി അറിഞ്ഞിട്ട് ഒരു സല്ലല്ലാഹു അലാ മുഹമ്മദ് നിങ്ങൾ ചൊല്ലി നോക്കി. അപ്പോഴാണ് അതിന്റെ മധുരം കൂടുതൽ അറിയുന്നത്. അറബി അറിഞ്ഞിട്ടൊരു ഫാത്തിഹ സൂറത്ത് ഓതണം, അപ്പോഴാണ് അതിന്റെ വ്യത്യാസം അറിയുന്നത്. അപ്പോ അറബിയെ കുറിച്ചുള്ള, അറബി ഭാഷയെ കുറിച്ചുള്ള ഒരു സ്നേഹം, അത് ഈ ക്ലാസ് കൊണ്ടും അല്ലെങ്കിൽ നമ്മുടെ നിരന്തരമായ റൗദത്തുൽ ഖുർആൻ ക്ലാസ് കൊണ്ടൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകണം. അങ്ങനെ ഒരു സ്നേഹം ഉണ്ടാകുമ്പോൾ അറബി ഭാഷ പഠിക്കാനുള്ള ഒരു ആഗ്രഹം നമുക്ക് വരും. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകുമ്പോൾ ഇൻഷാ അല്ലാഹ് അത് നമ്മുടെ ജീവിതത്തിലെ ഇബാദത്തുകളിലും ഓത്തുകളിലും സലാത്തിലും ദിക്റിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ അതിൻ്റെ ഒരു ഭാഗം അതാണ് അറബി ഭാഷ. മൂന്നാമത്തെ പാരഗ്രാഫ് അതാണ് ഭാഷ. ഈ അറബി ഭാഷയുടെ പ്രയോഗം അത് 6-ാം നൂറ്റാണ്ടിലാണ് വിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയത്. നിങ്ങൾ നോക്കൂ. പക്ഷേ ആ ഖുർആന് ഇന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന പല പല അത്ഭുതങ്ങളും, ഗാലക്സികളെ കുറിച്ച്, സൂര്യന്റെയും ചന്ദ്രന്റെയും കറക്കങ്ങളെ കുറിച്ച്, സഞ്ചാരത്തെ കുറിച്ച് പോലും വിശുദ്ധമായ ഖുർആൻ നേരത്തെ അടയാളപ്പെടുത്തിയതാണ്. അപ്പോ സൂര്യന്റെ സഞ്ചാരം, അതിന്റെ ഭ്രമണപഥത്തിലൂടെ സൂര്യൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള പരാമർശം വിശുദ്ധമായ ഖുർആൻ 6-ാം നൂറ്റാണ്ട് കാലത്ത് തന്നെ വിശുദ്ധമായ ഖുർആൻ അത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മോറിസ് ബുക്കായി എന്ന് പറയുന്ന ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ പറഞ്ഞു, ഇന്നത്തെ ആധുനിക ലോകത്തെ ശാസ്ത്ര സത്യങ്ങളൊക്കെ പഠിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഇത് 6-ാം നൂറ്റാണ്ടിൽ ഒരാൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ഗ്രന്ഥം വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു മനുഷ്യനെ കൊണ്ട് എന്തായാലും കഴിയൂല. കാരണം അന്ന് കാലത്ത് അങ്ങനത്തെ ഒരു സങ്കല്പം പോലും ഇല്ല. എന്നിട്ടല്ല, അങ്ങനത്തെ ഒരു ആശയമോ അങ്ങനത്തെ ഒരു സങ്കല്പം പോലും ഉണ്ടായിട്ട് വേണ്ടേ ഇതൊക്കെ ഒരു ഗ്രന്ഥത്തിൽ എഴുതി വെക്കാൻ ഒരു മനുഷ്യന് കഴിയുക. അങ്ങനത്തെ ഒരു സങ്കല്പം പോലും ഇല്ലാത്ത കാലഘട്ടത്തിൽ ഒരു ഗ്രന്ഥം ഇതൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, അത് 21-ാം നൂറ്റാണ്ടിന്റെ മുറ്റത്ത് നിന്ന് എല്ലാവർക്കും വായിക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ, ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഇത് അള്ളാഹുവിന്റെ ഗ്രന്ഥം തന്നെയാണ്, അതുകൊണ്ട് ഞാൻ മുസ്ലിം ആവുകയാണ് എന്ന് പറഞ്ഞ് മോറിസ് ബുക്കായി ശാസ്ത്രീയ ലോകത്ത് നിന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളാണ്. അപ്പോ പറഞ്ഞു വന്നത്, അന്നത്തെ കാലഘട്ടത്തിൽ 6-ാം നൂറ്റാണ്ടിൽ സൂര്യന്റെയും ചന്ദ്രന്റെയും ഭ്രമണപഥങ്ങളെ കുറിച്ചും അതിന്റെ സഞ്ചാരങ്ങളെ കുറിച്ചുമൊക്കെ വിശുദ്ധമായ ഖുർആൻ പരാമർശിച്ചിട്ടുണ്ട് എങ്കിൽ, ഇന്നത്തെ ആധുനികമായ ശാസ്ത്രം കണ്ടെത്തുന്ന അത്യത്ഭുതകരമായ പുതിയ പരാമർശങ്ങളെ കുറിച്ച് പോലും അന്ന് പരാമർശിക്കാൻ ആവശ്യമായ അറബി പദങ്ങൾ വിശുദ്ധമായ ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതെങ്കിലും ഇംഗ്ലീഷ് പദങ്ങൾ ഉപയോഗിച്ചിട്ടല്ല ഖുർആൻ ഈ സൂര്യന്റെയും ചന്ദ്രന്റെയും കറക്കങ്ങളൊന്നും പറഞ്ഞത്. നേരെ മറിച്ച് എല്ലാം അറബിയിൽ അതിന്റെ സൗന്ദര്യത്തോടുകൂടെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അറബി ഭാഷ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഒരു എ ബി സി ഡി ഒരാൾക്കും അറിയില്ല. ഒരു മുസ്ലിമായി എന്നുള്ള നിലക്ക് ഒരു എ ബി സി ഡിയും പഠിക്കാതെ അവനിക്ക് ജീവിച്ച് മരിക്കാം. ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ല, ഒന്നും അറിയില്ല, ഒരു കുഴപ്പമില്ല, സുന്ദരമായിട്ട് അവനിക്ക് മുസ്ലിമായി ജീവിക്കാം. ഇൻഷാ അല്ലാഹ് നല്ല ജീവിതമാണെങ്കിൽ മുസ്ലിമായി മരിക്കും ചെയ്യാം, സ്വർഗത്തിലേക്ക് എത്തും ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അതായത് ബാക്കി എ ബി സി ഡി പഠിക്കണ്ട എന്നല്ല, പക്ഷേ എ ബി സി ഡി പഠിക്കാതെ തന്നെ ഒരു വിവരമില്ലാതെ, മറ്റുള്ള ഭാഷകളിൽ നിന്ന് ഒരു വിവരമില്ലാതെ നമുക്ക് മുസ്ലിമായി ജീവിക്കാം, മുസ്ലിമായി മരിക്കാം. പക്ഷെ അറബി എന്നുള്ള ഭാഷ അല്ലെ, അതറിയാതെയും പഠിക്കാതെയും മുസ്ലിമായി ജീവിക്കാനോ മുസ്ലിമായി മരിക്കാനോ കഴിയില്ല. അതാണ് അറബിയുടെ മുസ്ലിമുമായിട്ടുള്ള ബന്ധം, ഇസ്ലാമുമായിട്ടുള്ള ബന്ധം. അറബി പഠിക്കാതെ മുസ്ലിമായി ജീവിക്കാൻ കഴിയുമോ? ഒരിക്കലും കഴിയൂല. നമ്മളൊക്കെ അറബി പഠിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും കൂടുതൽ പഠിക്കാൻ നമുക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ അങ്ങനെയാണ് ഭാഷയുമായിട്ട് ഉള്ള കാര്യങ്ങൾ, ഭാഷയുമായി ബന്ധപ്പെട്ട അറബി ഭാഷ. അപ്പൊ ഇത്രമാത്രം പ്രത്യേകതയുള്ള ഒരു ഭാഷയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിന് വേണ്ടി തെരഞ്ഞെടുത്തൊരു ഭാഷ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് അറബി ഭാഷയുടെ ഏറ്റവും വലിയ പ്രത്യേകത.
അള്ളാഹു സുബ്ഹാനഹു വ തആല അറബിയോടുള്ള സ്നേഹം നമ്മുടെയൊക്കെ മനസ്സിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തെരുമാറാകട്ടെ. അപ്പോൾ അറബികളോടുണ്ടാകുന്ന സ്നേഹം അറബി ഭാഷയോട് മാത്രമല്ല, കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറബിയായിരുന്നു എന്നുള്ള നിലക്ക് അറബികളോടുള്ളൊരു സ്നേഹം, അറേബ്യൻ നാടുകളോടുള്ളൊരു സ്നേഹം, മക്കയോടുള്ളൊരു സ്നേഹം, മദീനയോടുള്ള സ്നേഹം, അതൊക്കെ ഒരു മുസ്ലിമിൻ്റെ സ്വാഭാവികമായ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ്, കടന്നു വരേണ്ടതാണ്. അപ്പോൾ ഭാഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ മനസ്സിലാക്കുക. പിന്നെ അവതരണം രണ്ട് വിധം, അതാണ് അവസാന പാഠഭാഗത്തിൽ അവസാനത്തെ പരാമർശം അങ്ങനെയാണ്, അവസാനമായിട്ടില്ല. അവതരണം, വിശുദ്ധമായ ഖുർആൻ ഭൂമി ലോകത്തേക്ക് ഇറങ്ങിയത് അള്ളാഹുവിൻ്റെ കലാമാണ് എന്നാണ് പറഞ്ഞത്, അള്ളാഹുവിൻ്റെ സൃഷ്ടിയല്ല. നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. മനുഷ്യൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്, സൂര്യൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്, ചന്ദ്രൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്, ഭൂമി അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. ഇതിൽ കാണുന്നതൊക്കെ അള്ളാഹിൻ്റെ സൃഷ്ടികളാണ്. ആകാശം അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്, ആകാശത്ത് കാണുന്നത് മുഴുവനും അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. എന്നാൽ ഖുർആനോ, ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയല്ല, അള്ളാഹുവിൻ്റെ കലാമാണ്, അള്ളാഹുവിൻ്റെ ഭാഗമാണ്. അള്ളാഹുവിൻ്റെ കലാമ് നമുക്ക് കാണാനുള്ള ഒരു ഉപാധി മാത്രമാണ് മുസ്ഹഫ് എന്ന് പറയുന്നത്. ഖുർആൻ രണ്ട് ചട്ടകളിലായി നമ്മൾ കാണുന്നത് ആ കലാമ് നമുക്കറിയാനുള്ള അക്ഷരങ്ങൾ മാത്രമാണ്. അത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയല്ല. ഇത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് എന്ന് ആദ്യമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ഇസ്ലാമിൽ തന്നെയുള്ള ഒരു വിഭാഗമാണ് വാദിച്ചത് അള്ളാഹുവിൻ്റെ ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് എന്ന്. ബഹുമാനപ്പെട്ട മാലിക് ഇമാം അടക്കമുള്ള ഒരുപാട് പണ്ഡിതന്മാർ ഖുർആൻ സൃഷ്ടിയാണ് എന്ന് പറയാത്തതിൻ്റെ പേരിൽ തുറങ്കിലടക്കപ്പെട്ട ചരിത്രം ഇസ്ലാമിക ചരിത്രത്തിലുണ്ട്. അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് ഖുർആൻ എന്ന് പറയാത്തതിൻ്റെ പേരിൽ അവരെ ജയിലിൽ അടച്ചതും അവരെ ശക്തമായി പീഡിപ്പിച്ചതിൻ്റെയും ചരിത്രം. എന്നിട്ട് പോലും അവരൊന്നും അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് ഖുർആൻ എന്ന് പറയാൻ മടിച്ചു നിന്നു. എന്ത് സഹിച്ചാലും വേണ്ടില്ല, ഉറപ്പിച്ച് പറഞ്ഞു ഇത് അള്ളാഹുവിൻ്റെ കലാമ് തന്നെയാണ്, ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്. ഈ കലാമായ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാം എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് നമുക്കെന്തോന്ന് മനസ്സിലായില്ല, അത് തന്നെ ആ കലാമായ ഖുർആൻ ഇത് മനുഷ്യന്റെ കയ്യിലെത്തിയത് എങ്ങനെ? രണ്ട് രീതിയിലാണ് വിശുദ്ധമായ ഖുർആൻ ഭൂമിയിലേക്ക് ഇറങ്ങിയത്. രണ്ട് രീതിയിലാണ് വിശുദ്ധമായ ഖുർആൻ ഇറക്കപ്പെട്ടത്. രണ്ട് തരത്തിലുള്ള ഇറക്കമാണ് ഖുർആനിനുള്ളത്. അതിൻ്റെ അവതരണം എങ്ങനെ സംഭവിച്ചു? ഒന്ന്, ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഒന്നാം ആകാശത്തിലേക്ക് വിശുദ്ധമായ ഖുർആൻ ഇറക്കപ്പെട്ടു. ആദ്യം അങ്ങനെയാണ് ഉണ്ടായത്. ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഒന്നാം ആകാശത്തിലേക്ക് വിശുദ്ധമായ ഖുർആൻ ഇറക്കപ്പെട്ടു. അതിനെക്കുറിച്ചാണ് സൂറത്തുൽ ഖദർ പറഞ്ഞിട്ടുള്ളത്. ലൈലത്തുൽ ഖദറിനെ കുറിച്ച് പറഞ്ഞ വിശുദ്ധമായ ഖുർആനിലെ സൂക്തം സൂറത്തുൽ ഖദർ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ. ലൈലത്തുൽ ഖദറിലാണ് നാം ആ ഖുർആനിനെ ഇറക്കിയിട്ടുള്ളത്. ലൈലത്തുൽ ഖദറിലാണ് നാം ആ ഖുർആനിനെ അവതരണം ചെയ്തിട്ടുള്ളത്, അവതരിപ്പിച്ചിട്ടുള്ളത്. ലൈലത്തുൽ ഖദറിലാണ് ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടുള്ളത്. ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ എന്നാ? വിശുദ്ധമായ റമദാൻ മാസത്തിൽ ഒരു രാത്രി. എവിടുന്നാണ് ഇറക്കിയത്? ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഒന്നാം ആകാശത്തിലേക്ക് എത്തിയതാണ്. അല്ലെങ്കിൽ ഭൂമിയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലൈലത്തുൽ ഖദറിനാണ് ഖുർആൻ ഇറക്കിയത് എങ്ങനെ പറയാൻ പറ്റുക? ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം 23 വർഷത്തെ ഒരു ലോങ്ങായ പീരീഡിൽ അപ്പോഴും ഇപ്പോഴുമൊക്കെ അല്പാൽപമായിട്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖുർആൻ ഇറക്കി കൊടുത്തത്. ഒരൊറ്റ ദിവസം കൊണ്ട് ഒന്നായിട്ട് ഇറക്കി കൊടുത്തതാണോ? അല്ല. ആദ്യമായി വിശുദ്ധമായ ഖുർആനിന്റെ ഇറങ്ങിയ സൂറത്ത് നമുക്കറിയാം. ഹിറാ ഗുഹയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കി കൊടുത്ത വചനം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അതാണ് രണ്ടാമത്തെ ഇറക്കം എന്ന് പറയുന്നത്. രണ്ടാമതായിട്ടുള്ള വിശുദ്ധമായ ഖുർആനിന്റെ അവതരണം നടക്കുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 40 വയസ്സ് 6 മാസവും 6 ദിവസവും പ്രായമാകുന്ന സമയത്ത് ഹിറാ ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുന്ന സമയത്ത് ഒരു പാതിരാത്രി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ടാണ് വിശുദ്ധമായ ഖുർആനിന്റെ ആദ്യ വചനങ്ങൾ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറയുന്ന വചനങ്ങൾ ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതിക്കൊടുക്കുന്നത്.
അത് വിശുദ്ധമായ ഖുർആനിന്റെ രണ്ടാമത്തെ ഇറക്കമാണ്. ഒന്നാം ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വഹിയിലൂടെ വിശുദ്ധമായ ഖുർആൻ ഇറങ്ങുന്നതിന്റെ ആദ്യ തുടക്കം മാത്രമാണത്. അവിടുന്ന് തുടങ്ങി പിന്നീടുള്ള 23 വർഷത്തെ സുദീർഘമായ കാലയളവിൽ ആവശ്യാനുസരണം സന്ദർഭത്തിനനുസരിച്ച് അവസരോചിതമായി ഖുർആനിന്റെ ആയത്തുകൾ ഓരോന്നോരോന്നായി, സൂക്തങ്ങൾ ഓരോന്നോരോന്നായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. ഓരോ ആയത്തുകൾ ഇറങ്ങുമ്പോ, സൂക്തങ്ങൾ ഇറങ്ങുമ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഹി എഴുതുന്ന ആളുകളോട്, ഖുർആൻ എഴുതുന്ന സ്വഹാബികളോട് പറയും, ഇത് എഴുതി വെക്കണം, ഇത് എഴുതി വെക്കണം. ഈ ആയത്ത് വിശുദ്ധമായ ഇന്ന സൂറത്തിന്റെ ഇത്രാമത്തെ ആയത്താണ് എന്ന് വഹി എഴുത്തുകാരോട് പറഞ്ഞു കൊടുക്കും. അവരതങ്ങനെ എഴുതി വെക്കും. അന്ന് നീണ്ട പരന്ന കല്ലുകളിൽ, ഓലത്താളുകളിൽ, തുണിക്കഷ്ണങ്ങളിൽ അങ്ങനെയൊക്കെയാണ് വിശുദ്ധമായ ഖുർആൻ എഴുതി വെച്ചിട്ടുള്ളത്. ഒരിക്കലും കടലാസ് രൂപത്തിൽ ഒരൊറ്റ കോപ്പിയിലായിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഖുർആൻ എഴുതപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരൊറ്റ ഗ്രന്ഥമായിട്ട് നബിയുടെ കാലത്ത് ഉണ്ടായിട്ടില്ല. അതിന്റെ കാരണം പോലും പണ്ഡിതന്മാർ ഗവേഷണം ചെയ്തിട്ടുണ്ട്. കാരണം ഇന്ന് കാണുന്നത് പോലെ പേപ്പറും കടലാസും എഴുതാനുള്ള ആയുധങ്ങളൊക്കെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ പേപ്പർ സംവിധാനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കല്ലുകളിലും ഓലകളിലും താളുകളിലും അതങ്ങനെ എഴുതി വെച്ചു. ഓരോന്നോരോന്ന് ഇറങ്ങുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ പറയും, അത് എഴുതി വെക്കാൻ. അത് എഴുതി വെച്ചിട്ട് പല വീടുകളിലും പല സ്ഥലങ്ങളിലാണ് സൂക്ഷിച്ചത്. ഒരുമിച്ച് ഒരു സ്ഥലത്ത് പോലും സൂക്ഷിക്കാൻ കഴിയൂല. കാരണം ഇത്രമാത്രം ബൃഹത്തായ ഖുർആൻ ഇതിപ്പോൾ അടുപ്പിച്ച് വളരെ ചെറുതാക്കിയിട്ട് നമ്മുടെ വിശുദ്ധമായ ഖുർആനിൽ എഴുതിയിട്ട് തന്നെ ഇത്രമാത്രം പേജുകളും ഇത്രമാത്രം ദീർഘവുമാണ് എങ്കിൽ ഈ കല്ലുകളിലും ഓലകളിലും തുണികളിലുമൊക്കെ എഴുതിയത് ഒരു സ്ഥലത്ത് പോലും സൂക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നതാണ്. അത് അവിടെയും ഇവിടെയുമൊക്കെ സൂക്ഷിച്ചു വെച്ചു. ഇൻഷാ അല്ലാഹ് ഖുർആൻ പിന്നെ എങ്ങനെയാണ് ഒരൊറ്റ ഗ്രന്ഥത്തിലായി ക്രോഡീകരിക്കപ്പെട്ടത്, അതിൻ്റെ ചരിത്രം നമ്മൾ അടുത്ത പാഠത്തിൽ പരാമർശിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിശുദ്ധമായ ഖുർആനിന്റെ രണ്ടാമത്തെ അവതരണം ഉണ്ടായിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അന്നുണ്ടായ പ്രായം 40 വയസ്സും 6 മാസവും 6 ദിവസവും ആണ് എന്ന് കൃത്യമായി എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ആദ്യത്തെ സൂറത്ത് ഇഖ്റയിൽ നിന്ന് തുടങ്ങി അതിൻ്റെ അവസാനത്തെ സൂറത്ത്, അവസാനത്തെ ആയത്ത് സൂറത്തുൽ ബഖറയിലെ ഒരു ആയത്തോടുകൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആൻ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഖുർആൻ ഇങ്ങനെ മറിച്ചു നോക്കുമ്പോൾ ആദ്യം ഇറങ്ങിയത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖാണ് ആദ്യം ഇറങ്ങിയത്. ആദ്യം ഇല്ലല്ല, ആദ്യം ഇറങ്ങിയത് എവിടെ ഇറങ്ങിയിട്ടില്ല. ആദ്യം ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഒന്നാം ആകാശത്തിലേക്ക് ഒരുമിച്ചാണ് ഇറങ്ങിയത്. അവിടെ ഓരോ സൂറത്തുകളോ ആയത്തുകളുടെ ഒരു വ്യത്യാസവും ഇല്ല. ഒരുമിച്ചാണ് ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങിയത്. ആ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങിയ പരാമർശമാണ് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ ഒന്നാം ആകാശത്തിൽ നിന്ന് ഘട്ടം ഘട്ടമായി 23 വർഷത്തെ സുദീർഘമായ കാലയളവിലൂടെയാണ് ഘട്ടം ഘട്ടമായി ഓരോരോ ആയത്തുകളിലായി ഓരോരോ സൂറത്തുകളിലായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറക്കി കൊടുത്തത്. ആ ഇറക്കത്തിന്റെ തുടക്കം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. എന്നാൽ നമ്മൾ ഖുർആൻ മറിച്ച് നോക്കുമ്പോൾ ആദ്യം കാണുന്നത് ഫാത്തിഹ സൂറത്താണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എവിടെ? അതെവിടെ? നടുവിലെവിടെ പോയി കിടക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലല്ല ഖുർആനിന്റെ ഓർഡർ ഉള്ളത്. പക്ഷേ ആദ്യം ഫാത്തിഹ സൂറത്ത് ഒന്നാമതാകണമെന്നത് ആരുടെ നിർദ്ദേശ? അത് നബിയുടെ നിർദ്ദേശമല്ല, അള്ളാഹുവിന്റെ നിർദ്ദേശമാണ്. അള്ളാഹുവിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് വിശുദ്ധമായ ഖുർആനിന്റെ ഓർഡർ ഉള്ളത്. അള്ളാഹുവിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് വിശുദ്ധമായ ഖുർആനിന്റെ പേരുകളുള്ളത്. അതിലൊന്നും ഒരു മനുഷ്യനും ഒരു പ്രവാചകനും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പോലും കൈകടത്തലില്ല എന്നാണ് നമ്മുടെ വിശ്വാസം.
അപ്പൊ ഖുർആനിന്റെ സൂറത്തിന് പേരിട്ടത് ആര് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയണം, ആൻസർ പറയേണ്ടത് അല്ലാഹ് എന്നുള്ളതാണ്. വിശുദ്ധമായ ഖുർആനിന്റെ 114 സൂറത്തുകൾ ഓർഡർ ആര് നിശ്ചയിച്ചതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ല, അല്ലാഹയാണ്. അപ്പൊ അവതരണത്തിനനുസരിച്ചുള്ള ഓർഡർ അല്ല വിശുദ്ധമായ ഖുർആനിലുള്ളത്. അള്ളാഹുവിന്റെ നിർദ്ദേശം അനുസരിച്ചു കൊണ്ടുള്ള ഓർഡർ അനുസരിച്ചാണ് വിശുദ്ധമായ ഖുർആനിന്റെ സൂക്തങ്ങൾ ഓരോന്നായി ഓർഡർ അനുസരിച്ച് എഴുതപ്പെട്ടിട്ടുള്ളത്. ഇനി ഖുർആനിലുള്ള ആയത്തുകളും പദങ്ങളും അക്ഷരങ്ങളും അതൊക്കെ കൃത്യമായിട്ടുണ്ട് അല്ലേ? വിശുദ്ധമായ ഖുർആനിന്റെ ഒരു പ്രത്യേകത അതാണ്, ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. അതിലൊരു അലിഫ് പോലും ഒരാൾക്ക് മായ്ച്ചു കളയാൻ പറ്റൂല. ഒരു അലിഫ് ഒരാൾ മായ്ച്ചു കളയാ, അത് നടക്കുമോ? ഇല്ല. ഒരു ഫത്ഹിന് ഒരാൾക്ക് മാറ്റം വരുത്താൻ കഴിയോ? ഒരിക്കലും ഇല്ല. ഒരു വള്ളിക്കോ പുള്ളിക്കോ മാറ്റം കഴിയാതെ, അതാണ് ലോകത്തിന്റെ ഏറ്റവും വലിയ അത്ഭുതം. ഒരു അലിഫ് പോലും മായ്ക്കാനോ കൂട്ടിച്ചേർക്കാനോ കഴിയൂല. ഒരു ഫത്ഹ് വ്യത്യാസം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഖുർആനിന്റെ കോപ്പി അത് ഒരു ഫത്ഹ് ഇടുന്നതിന് പകരം കുൽഹു അല്ലാഹു അഹദ് എന്നുള്ളതിന് പകരം കുൽഹു അല്ലാഹു അഹിദ് എന്ന് ഒരാൾ ഒരു ഖുർആനിന്റെ കോപ്പിയിൽ കണ്ടാൽ നമ്മളത് മറിച്ചു നോക്കും അല്ലേ? ഒരു ഖുർആൻ ഒരു ഷോപ്പിൽ നമ്മൾ വാങ്ങാൻ പോയിട്ടാണ് ഈ കുൽഹു അല്ലാഹു അഹിദ് എന്നാണ് അതിലുള്ളതെങ്കിൽ നമ്മൾ അവിടെ തന്നെ കൊടുക്കും അല്ലേ? അത് വീട്ടിൽ വെച്ചിട്ടാണ് കുൽഹു അല്ലാഹു അഹിദ് എന്ന് കണ്ടിട്ടുണ്ടെങ്കിലോ നമ്മളത് തിരിച്ചു കൊണ്ടുപോയി കൊടുക്കും. എന്നിട്ട് പറയും ഇതിൽ ഖുർആൻ തെറ്റാണല്ലോ മകനെ, അതുകൊണ്ട് പൈസ അങ്ങ് കാട്ടി ഇതങ്ങ് വെച്ചോ എന്ന് പറയും. ഒരു വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസപ്പെടുത്താൻ ലോകത്ത് ഒരാളെ കൊണ്ട് സാധ്യമല്ല. വിശുദ്ധമായ ഖുർആനിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. കാരണം കോടികളുടെ മനസ്സിലാണ് വിശുദ്ധമായ ഖുർആൻ കൊത്തിവെക്കപ്പെട്ടിട്ടുള്ളത്. കോടിക്കണക്കിന് മനുഷ്യന്മാരുടെ ഹൃദയത്തിലാണ് ഖുർആനിന്റെ താളമുള്ളത്, ഖുർആനിന്റെ അക്ഷരമുള്ളത്. അതുകൊണ്ട് അതിൻ്റെ ഒരു വള്ളിക്കോ പുള്ളിക്കോ ലോകത്ത് ആര് വന്നാലും വ്യത്യാസപ്പെടുത്താൻ കഴിയൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശ ലോകത്തേക്ക് ഖുർആൻ ഉയർത്തപ്പെടുന്നത് വരെ ഒരു മാറ്റവുമില്ലാതെ തുടരും. അങ്ങനെയാണല്ലോ അവസാന കാലത്ത് ഖുർആനിന്റെ ചട്ടകൾ മാത്രമേ ഉണ്ടാവുള്ളൂ, പേജുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഖിയാമത്ത് നാളിന്റെ ഏറ്റവും അവസാനം വരുന്ന ലക്ഷണങ്ങളിൽ ഒന്നാണ് ഖുർആനിന്റെ അക്ഷരങ്ങൾ ഉയർന്നു പോവുക. നമുക്കറിയാം ഖുർആൻ പിന്നെ മറിച്ചു നോക്കുമ്പോൾ അവസാന കാലത്ത് മറിച്ചു നോക്കുമ്പോൾ ഖിയാമത്ത് നാളിന്റെ അടുപ്പിച്ച് നമ്മൾ മറിച്ചു നോക്കുമ്പോൾ ഖുർആനിലെ അക്ഷരങ്ങൾ ഉണ്ടാവില്ല, ഒരായത്തുണ്ടല്ലോ, വെറും ബ്ലാങ്ക് പേജ് മാത്രമേ ഉണ്ടാവുള്ളൂ, കടലാസുകൾ മാത്രം ബാക്കിയാവും. അപ്പോൾ അവസാനം വരെ അള്ളാഹുവിൻ്റെ ഖുർആനിൽ ഒരാൾക്കും ഒരു മാറ്റവും വരുത്താൻ കഴിയൂല. ഈ സൂറത്തിൽ ഈ അള്ളാഹുവിൻ്റെ ഖുർആനിൽ ആകെ എത്ര ആയത്തുണ്ട്? ഖുർആനിൽ എത്ര ആയത്താ പറഞ്ഞോളൂ? 6236 ആയത്തുകളാണ് ഖുർആനിലുണ്ട്. 6666 എന്നുള്ളതല്ല അല്ലേ? എവിടെ ചോദിച്ചാലും എവിടെ നമുക്ക് കാണാം, ഏത് കിസ്ബുക്കിൽ നോക്കിയാലും അതാ കാണുള്ളൂ, 6666. അത് ഏത് ഖുർആനിലുണ്ടാവും? പക്ഷെ അഭിപ്രായങ്ങൾ ഉണ്ടാകാം അല്ലേ? ഇന്ന് കാണുന്ന ഖുർആനിൽ നമ്മൾ നോക്കുക, ഫാത്തിഹ സൂറത്ത് മുതൽ 114 സൂറത്തുകൾ നമ്മളൊന്ന് കൂട്ടി നോക്കിയാൽ മതി അല്ലെ? ഫാത്തിഹ സൂറത്തിൽ 7 ആയത്ത്, ബക്കറ സൂറത്തിൽ അപ്പം നമ്മൾ എഴുതി വെച്ചു 1, സൂറത്തുൽ ഫാത്തിഹ 7, സൂറത്തുൽ ബക്കറ 2, സൂറത്തുൽ ബക്കറ എത്ര? 286 286. ആൽ ഇംറാൻ എത്രയാണോ അത്ര. അങ്ങനെ ഓരോ സൂറത്തുകളുടെ ആയത്തുകളും ഇങ്ങനെ എഴുതി നോക്കിയാൽ ഒരിക്കലും 666 കിട്ടൂല, 6666 കിട്ടില്ല. പിന്നെ അപ്പം അതെങ്ങനെ കൃത്യമായി സൂറത്തുൽ നാസ് വരെ നമ്മൾ എഴുതിയിട്ട് കൂട്ടി നോക്കിയാൽ 6236 കിട്ടും. അപ്പോൾ സൂറത്തുൽ ഖുർആനിൻ്റെ മൊത്തം ആയത്തുകളുടെ എണ്ണം 6236. അതിലെത്ര പദങ്ങളുണ്ട്, വാക്യങ്ങൾ എത്രയുണ്ട് കണ്ടോ? 75,000. അതൊക്കെ നമ്മൾ പുസ്തകത്തിലുണ്ട്, അതൊക്കെ നിങ്ങൾ പഠിക്കാനുള്ളതാണ്. പിന്നെ അതുപോലെ അക്ഷരങ്ങൾ എത്രയുണ്ട്? എത്ര അക്ഷരങ്ങളുണ്ട് ഖുർആൻ? 3.5 ലക്ഷം അക്ഷരങ്ങളാണ്.
അപ്പം അതിൻ്റെ അക്ഷരങ്ങൾ പോലും കൃത്യമാണ്, അതിൻ്റെ വാക്യങ്ങൾ പോലും കൃത്യമാണ്, അതിൻ്റെ ആയത്തുകൾ പോലും കൃത്യമാണ്. അപ്പോൾ ഒരാൾക്കും ഇതിൽ മാറ്റിത്തിരുത്തലുകളോ കൂട്ടിച്ചേർക്കലുകളോ വെട്ടിമാറ്റലുകളോ ഒന്നും കഴിയൂല എന്ന് ചുരുക്കം. അങ്ങനെ വിശുദ്ധമായ ഖുർആനിൻ്റെ താക്കീതുകൾ, കൽപ്പനകൾ, നിരോധനകൾ, ഉദാഹരണങ്ങൾ അതൊക്കെ എത്രയാണ്, അതൊക്കെ അവിടെ പുസ്തകത്തിലുണ്ട്. അതൊക്കെ കൃത്യമായി എല്ലാം ഖുർആനിൽ ഭദ്രമാണ്. പിന്നെ ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത് മക്കിയ മദനിയ. നമുക്കറിയാം ഇത് മക്കിയായ സൂറത്താണ്, ഇത് മദനിയായ സൂറത്താണ്, നമുക്ക് കാണാൻ കഴിയും. ഖുർആനിൽ തന്നെ എഴുതുന്നിടത്ത് നമുക്ക് തോന്നുന്നുണ്ട് ഖുർആനിൽ തന്നെ ഉണ്ട് എന്നാണ്. ഖുർആനിലില്ലേ? ഉണ്ട്. മക്കിയ എന്നുണ്ടാകും, മദനിയ എന്നുണ്ടാകും. ആ സൂറത്ത് എഴുതുന്നിടത്ത് തന്നെ ഉണ്ടാകും. അപ്പൊ എന്താണ് ഈ മക്കിയ മദനിയ? ഉണ്ടോ? ഇനി ഖുർആൻ കഴിഞ്ഞിട്ട് ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഖുർആൻ ഒന്ന് മറിച്ചു നോക്കുക. അപ്പോൾ നമ്മൾ ഇതുവരെ കാണാത്തത് പലതും കാണും ഇൻഷാ അല്ലാഹ്. അപ്പോൾ മക്കിയ മദനിയ എന്ന് പറഞ്ഞാൽ, മക്കിയായ സൂറത്തുകൾ എന്ന് പറഞ്ഞാൽ മക്കയിലിറങ്ങിയത് എന്നല്ല, മക്കയിലിറങ്ങിയത് എന്നല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഹിജ്റക്ക് മുമ്പിറങ്ങിയ സൂറത്തുകൾ. മദനിയ സൂറത്ത് എന്ന് പറഞ്ഞാൽ ഹിജ്റക്ക് ശേഷമുള്ള സൂറത്തുകൾ. മക്കയിൽ ഇറങ്ങിയത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പല അപകടങ്ങളും അതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ മക്കിയ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രബലമായ അഭിപ്രായം അനുസരിച്ച് മക്കിയ എന്ന് പറഞ്ഞാൽ ഹിജ്റക്ക് മുമ്പിറങ്ങിയത്, ഹിജ്റക്ക് ശേഷം ഇറങ്ങിയത് എന്നാണ്. മക്കയിലിറങ്ങിയ സൂറത്തുകൾ, ഹിജ്റക്ക് മുമ്പിറങ്ങിയ സൂറത്തുകൾ, അത് മക്കയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അന്നത്തെ കാലം, ജീവിതകാലം. അന്നത്തെ സൂറത്തുകൾ നമ്മളിങ്ങനെ നോക്കിയാൽ ഒക്കെ കൊച്ചു കൊച്ചു സൂറത്തുകളാണ്, ചെറിയ ചെറിയ സൂറത്തുകൾ. അള്ളാഹുവിനെ കുറിച്ച്, നബിയെക്കുറിച്ച്, ഇസ്ലാമിനെ കുറിച്ചൊക്കെ പരാമർശിക്കുന്ന വളരെ വളരെ ചെറിയ ചെറിയ സൂറത്തുകളൊക്കെയാണ് ഹിജ്റക്ക് മുമ്പിറങ്ങിയ സൂറത്തുകൾ. പിന്നെ വളരെ ലോങ് ആയിട്ടുള്ള സൂറത്തുൽ ബഖറ പോലെയുള്ള വലിയ വലിയ സൂറത്തുകൾ, ദീർഘമായ സൂറത്തുകളൊക്കെയാണ് ഹിജ്റക്ക് ശേഷം ഇറങ്ങിയ സൂറത്തുകൾ. അതിന് കൃത്യമായ എണ്ണമുണ്ട്. മക്കിയ സൂറത്തുകൾ 87-ഉം മദനിയ സൂറത്തുകൾ 27-ഉമാണ്. പിന്നെ അതിൻ്റെ അവസാനത്തെ പരാമർശമുള്ളത് ഖാരിഉകളാണ്. വിശുദ്ധമായ ഖുർആൻ നമ്മളിപ്പോൾ ഇങ്ങനെ ഓതുന്നുണ്ട്, ഫാത്തിഹ സൂറത്ത് ഓതുന്നുണ്ട്, മറ്റുള്ള സൂറത്തുകളൊക്കെ ഓതുന്നുണ്ട്. ഇത് ആരതനുസരിച്ചാണ് നമ്മൾ ഓതുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതിയതുപോലെയാണ് ഓതുന്നത്. നബി ഓതുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ? നബി ഓതുന്നത് ആരും കേട്ടിട്ടില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയിൽ നിന്ന് കേട്ട് 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 കൈമാറ്റം ചെയ്യപ്പെട്ട ഈ ഖുർആനിൻ്റെ പാരായണം നമ്മളെ പഠിപ്പിച്ച ഇമാം അത് ബഹുമാനപ്പെട്ട ആസിം ഇമാമാണ്. ആ ആസിം ഇമാമിൽ നിന്ന് ബഹുമാനപ്പെട്ട ഹഫ്സ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്തത് പ്രകാരമാണ്. ആസിം റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഏത് പ്രകാരം കേട്ടു എന്നാണ് ഹഫ്സ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്, അതുപോലെയാണ് നമ്മളിന്ന് ഖുർആൻ ഓതുന്നത്. അതുകൊണ്ട് തന്നെ ഖുർആൻ ഒരാൾക്ക് സ്വന്തം ഓതി പഠിക്കാൻ കഴിയൂല. ഉണ്ടോ? ഒരാൾ ഖുർആൻ തുറന്നു നോക്കുകയാണ്, അലിഫ് ലാം മീം, സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞാൽ ആദ്യം കാണുന്ന അലിഫ് ലാം മീം എന്നാണ്. അതെങ്ങനെ ഓതണം എന്നെങ്ങനെ നമുക്ക് മനസ്സിലാക്കുക? അതറിയില്ല. ആദ്യമായിട്ട് നമ്മൾ മദ്രസയൊക്കെ പഠിപ്പിക്കുന്ന ഒരു കുട്ടീനോട് അത് ഓതാൻ പറഞ്ഞ കുട്ടി ഓതും അലം എന്നാവില്ല. കാരണം അലം അത് വായിക്കാം, അലിം എന്ന് വായിക്കാം, അലും എന്ന് വായിക്കാം, ഉലും എന്ന് വായിക്കാം, എല്ലാം വായിക്കാം. പക്ഷേ ഈ ഹർക്കത്തിടാത്ത ഈ അക്ഷരങ്ങൾ എങ്ങനെയാണ് ഓതേണ്ടത് അത് നമ്മൾ പഠിക്കേണ്ടത്. അത് നബി എങ്ങനെയാണ് ഓതിയത് അതുപോലെയാണ്. അതാണ് ഖുർആനൊന്നും സ്വന്തം പഠിക്കാൻ ഒരാൾക്കും കഴിയൂല, അതിന് ഓത്തുപോലും പഠിക്കാൻ കഴിയൂല. അപ്പോൾ അത് ഉസ്താദിമാരിൽ നിന്ന്, ഉസ്താദിന് എവിടുന്ന് കിട്ടി? ഉസ്താദിൻ്റെ ഉസ്താദിൽ നിന്ന് കിട്ടി, ആ ഉസ്താദിന് എവിടുന്ന് കിട്ടി? ആ പരമ്പര അങ്ങനെ പോകും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക്. അലിഫ് ലാം മീം ഐൻ സീൻ ഖാഫ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനി പുസ്തകം എടുത്തോളൂ, പെട്ടെന്നൊന്ന് ഓടിച്ച് പറഞ്ഞത്. എടുത്തോ? 6-ാമത്തെ പേജ്, ഉലൂമുൽ ഖുർആൻ എന്നാണ് ആദ്യത്തെ പാഠം. ആദ്യമായി പരാമർശിക്കുന്നത് ഖുർആന്റെ പേരുകളാണ്. നമ്മൾ പറഞ്ഞു, അതിൽ പറഞ്ഞതും പറയാത്തതുമായ പേരുകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ എന്നത് ഖുർആന്റെ പേരാണ്. അൽ ഫുർഖാൻ, മുസ്ഹഫ് എന്നുള്ള പേര് വെച്ചത് ആരാണ്?
അല്ലല്ലോ. മുസഫ് എന്നുള്ള പേര് ഖുർആനിന് വെച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്താണ് മുസഫ് എന്നുള്ള പേര് വരുന്നത്. പിന്നെ വിശുദ്ധമായ ഖുർആനിൻ്റെ സ്വഭാവം, രണ്ടാമത്തെ പാരഗ്രാഫ് അതാണ്, സ്വഭാവം അല്ലേ. ഖുർആനിൽ നിന്ന് ഖുർആനിൻ്റെ ഓരോ കാര്യങ്ങൾ പരാമർശിക്കുന്നത്, ഏത് രീതിയിലാണ് വിശുദ്ധമായ ഖുർആൻ ഓരോ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്, അതുപോലെ എങ്ങനെയാണ് സാധാരണക്കാരായ ആളുകൾ ഖുർആനിനെ സമീപിക്കേണ്ടത്. അപ്പോൾ അതിൽ പറയുന്നുണ്ട് ഓത്താണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് അർത്ഥം പഠിക്കേണ്ടതൊക്കെ ചെറിയ പരാമർശമുണ്ട്. മൂന്നാമത്തത് ഭാഷയാണ്. ഭാഷയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അവിടെ ഉണ്ട്. ഈ ക്ലാസ് കഴിഞ്ഞിട്ടൊന്ന് വായിച്ചാൽ ഇൻഷാ അല്ലാഹ് നല്ല ഉഷാറായിട്ടുണ്ട്. പിന്നെ ഖുർആനിൻ്റെ അവതരണം കണ്ടോ, അവതരണം രണ്ട് വിധം കണ്ടോ, കാണുന്നില്ല, ആരും നോക്കുന്നില്ല, ആരും കൊണ്ടുവന്നിട്ടില്ല പുസ്തകം. രണ്ട് വിധം അവതരണം അതിലുണ്ട്. ഒന്നാമത്തെ അവതരണം, രണ്ടാമത്തെ അവതരണം എല്ലാവരും കാണും. ചിന്തിക്കാനും പഠിക്കാനും തയ്യാറാവണമെന്നും എല്ലാ പഠനങ്ങളുടെയും ഗവേഷണങ്ങളുടെയും ഫലം അള്ളാഹുവിനെ കണ്ടെത്തലും പരലോക ചിതയായിരിക്കണമെന്നും ഈ രീതി നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഏ രീതി മുമ്പത്ത് വായിച്ച മനസ്സിലാവും. അപ്പോൾ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ആയത്തതാണ്. ഖുർആൻ ആദ്യം ഇറങ്ങിയ ആയത്ത് ഇഖ്റ ബിസ്മി, അവസാനം ഇറങ്ങിയത് സൂറത്തുൽ ബഖറയുടെ 281 ആയത്ത്. 281 അതിൽ ആഖിറവുമായുള്ള പരാമർശങ്ങളാണ്. ആഖിറത്തിലേക്കുള്ള ജീവിതത്തെക്കുറിച്ചാണ് അതിൽ പരാമർശിക്കുന്നത്. ഇഖ്റ ബിസ്മി അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹുവിനെ മുൻനിർത്തി വായിക്കാനും പഠിക്കാനുമുള്ള പരാമർശം. അവസാനം ആഖിറത്തിനെ കുറിച്ചുള്ള പരാമർശം കേട്ടോ. അപ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള വായനയിലും പഠിപ്പിലും മനുഷ്യൻ്റെ ജീവിതം തുടങ്ങി അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കി അള്ളാഹു എന്നുള്ള ചിന്തയിൽ ജീവിച്ച് അവന് വേണ്ടി ഇബാദത്തിലെടുത്ത് പിന്നെ അവന് വേണ്ടി മരണപ്പെട്ട് ആഖിറമാകുന്ന ചിന്തയിലൂടെ മനുഷ്യൻ്റെ ജീവിതം മുന്നോട്ട് പോകണം എന്നുള്ള ആ ഓർമ്മപ്പെടുത്തലാണ് ഖുർആനിൻ്റെ ഈ ഓർഡർ തന്നെ വ്യക്തമാക്കുന്നത് എന്നാണ് ആ പരാമർശത്തിൻ്റെ ചുരുക്കം. ഘടന കണ്ടോ, അവതരണ ക്രമത്തിലല്ല ഖുർആൻ ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു ആദ്യം ഇറങ്ങിയത് ഇഖ്റ ആണ്, അവസാനം ഇറങ്ങിയത് ഈ ആയത്താണ് 281. പക്ഷേ 281 സൂറത്തുൽ ബഖറ ഏറ്റവും അവസാനം ഇറങ്ങിയത് രണ്ടാമത്തെ സൂറത്തിലാണല്ലോ. അപ്പോൾ മനസ്സിലായെന്ത്, ഘടനയനുസരിച്ചല്ല ഖുർആൻ ഇറങ്ങിയ ഘടനയനുസരിച്ചല്ല ഖുർആനിൻ്റെ ഓർഡർ എന്ന് ചുരുക്കം. പിന്നീട് അവിടെയാണ് ഖുർആനിൻ്റെ ആയത്തുകൾ, സൂറത്തുകൾ, പദങ്ങൾ അല്ലേ, താക്കീതുകൾ, നിരോധനകൾ, ഉദാഹരണങ്ങൾ, അവിടെയൊക്കെ എൻ്റെ എണ്ണങ്ങളൊക്കെ അതിലാണ് പരാമർശിക്കുന്നത്. അവതരണ കാലഘട്ടം അതിലാണ് മക്കിയ, മദനിയ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ അവസാനത്തതിൽ ഖുർആനിൻ്റെ കാരികൾ, 7 പ്രബലരായ കാരികളാണുള്ളത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ ഓതുന്ന അതേ ശൈലിയിലല്ല ഖുർആൻ ഓതുന്നത്. ഫാത്തിഹ സൂറത്ത് തന്നെ നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ കാണാം, മലികി യൗമിദ്ദീൻ. അപ്പോൾ നമ്മളിങ്ങനെ കരുതണം ഇതെന്താ ഇയാൾ ഓതുന്നത്, അയാൾ മക്കയിലെ ഇമാമായിരിക്കും ചിലപ്പോൾ. അപ്പോൾ ഇയാൾക്ക് ഈ മാലിക്കി എന്ന് ഓതാൻ അറിയാത്തത് കൊണ്ടല്ല, പിന്നെ അത് വേറൊരു ഇമാമിൻ്റെ ഖിറാഅത്ത് അനുസരിച്ച് മലിക്കി എന്നാണ് ഓതിയിട്ടുള്ളത്. അദ്ദേഹം അത് കേട്ടിട്ട് അതനുസരിച്ചുകൊണ്ട് ഖുർആൻ ഓതുന്ന ആളാണ്. അബ്ദുൽ ബാസിത്ത് എന്ന് പറയുന്ന ഒരു പ്രശസ്തമായ കാരിയുണ്ട്, അയാളിങ്ങനെ ഓതും 7 കാരികളുടെയും ഓത്ത് ഒരായത്ത് തന്നെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ആണെങ്കിൽ അത് 7 ആളുടെയും രൂപത്തിൽ അത് ഓതും. അപ്പോൾ നമുക്ക് ഈ ഓത്തിൻ്റെ വ്യത്യാസങ്ങൾ മനസ്സിലാവും. ഇനി ഇടയ്ക്കൊരു സൂറത്തുൽ ഫാത്തിഹയും ഖുർആനൊക്കെ അടിച്ചു നോക്കുക യൂട്യൂബിൽ സെർച്ചിൻ്റെ ആ ബട്ടണിൽ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിലൊക്കെ കൂടുതലും നമുക്ക് ബോധ്യപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ ഒന്നാമത്തെ പാഠം അവിടെ അവസാനിക്കുക. ഇനിയാണ് ഖുർആനിൻ്റെ ഓർഡർ. അതുപോലെ വിശുദ്ധമായ ഖുർആൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ള അറബി എഴുതുന്നത് പോലെയൊന്നുമല്ല അല്ലേ. ചിലപ്പോൾ യാഇൻ്റെ മേലെ ആയിരിക്കും അലിഫ് ഉണ്ടാവുക. യാഇൻ്റെ മേലെ അലിഫ് ഇടാൻ പറ്റുമോ? ഫത്ത്ഹ് നീട്ടാൻ സാധാരണ നമ്മൾ അലിഫ കൊടുക്കുക. ആ എന്ന് എഴുതണമെങ്കിൽ അപ്പുറത്തൊരു അലിഫ കൊടുക്കുക. വാ എന്നെഴുതി വാ എന്ന് എഴുതണമെങ്കിൽ ഒരു അലിഫ കൊടുക്കുക.
പക്ഷെ ചിലപ്പോൾ കാണാം വാ എന്നതിന് ശേഷം യാ ആയിരിക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഓതണ്ടേ? വി എന്നല്ല, വാ തന്നെ ഓതണ്ടേ. അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും വാവിന് ഫത്ത് കൊടുത്തിട്ടുണ്ടാവും. പിന്നെ വി എന്ന് വായിക്കാൻ യാതൊരു ഓപ്ഷനും ഇല്ലല്ലോ. അപ്പോൾ എന്താ അതിൻ്റെ കാരണം? ഈ ഫത്തിഹ നീട്ടാൻ എന്താണ് ഇവിടെ യാവ് കൊടുത്തത്? ഇതെവിടുന്നാ വന്നത്? ഇതൊക്കെയുള്ള ഇങ്ങനെ തുടങ്ങിയ പഠനങ്ങൾ. അതുപോലെ തന്നെ ഈ ഓലകളിലും എല്ലുകളിലും കല്ലുകളിലും താളുകളിലും കടലാസുകളിലും തോലുകളിലുമൊക്കെ എഴുതി വെക്കപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിലുള്ള ഖുർആൻ എങ്ങനെ ഈ രണ്ട് ചട്ടക്കുള്ളിലായി? അങ്ങനെ തുടങ്ങിയിട്ടുള്ള അതിൻ്റെ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇൻഷാ അല്ലാഹ് അടുത്ത ഭാരതത്തിൽ പരാമർശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കേട്ടതും പറഞ്ഞതുമൊക്കെ സ്വാലിഹായ അമലായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാർ. സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിൻ്റെ ഒന്നാം ഖലീഫ. ഈ ഉമ്മത്തിൽ, മുസ്ലിം ഉമ്മത്തിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനമുള്ളവർ മുത്തുനബി